ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്നും വന്നിരിക്കുന്നത് സെയിം ടോപ്പിക്കുമായിട്ടാണ്. രേണുസുതി. അപ്പം രേണുസുതിയുടെ ഒരു ഇൻ്റർവ്യൂ ഇന്നലെ നൈറ്റിൽ രാത്രിക്ക് ആയപ്പോഴത്തേക്കും പുതിയൊരു നല്ല കരച്ചിലൊക്കെ വരുന്ന രീതിക്ക് തന്നെ ഉള്ള ഒരു അടിപൊളി ഇൻ്റർവ്യൂ ഇന്നലെ നൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ഇപ്പം എല്ലാവരുടെയും അടുത്തെത്തി കാണും, എല്ലാവരും കണ്ടൊക്കെ കഴിഞ്ഞ് കാണും. പക്ഷേ അതൊക്കെ വരട്ടെ, നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ എത്ര പെട്ടെന്നാണെന്നറിയോ, നമ്മുടെ ഓന്ത് പോലും ഇത്രയും പെട്ടെന്ന് നിറം മാറുമെന്ന് നമുക്ക് സംശയം തോന്നും. അത്രയ്ക്ക് ഫാസ്റ്റ് ആയിട്ടാണ് പുള്ളിക്കാരൻ എന്താ പറയുക, പെട്ടെന്ന് കളറ് മാറുന്നേ. നല്ല രസമുണ്ട് പക്ഷെ കാണാൻ കേട്ടോ പുള്ളി. അതോ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനും നമ്മുടെ രേണു ചേച്ചിയൊക്കെ പറഞ്ഞത് മാറിപ്പോയോ, അതോ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോയിട്ടാണോ, എന്തൊക്കെയായാലും ആവട്ടെ. പക്ഷെ പുള്ളിയുടെ നിറം മാറുന്നത് പടപടപടപടയെന്ന ഓന്തിന് പോലും മറമില്ല. നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് പുള്ളി എന്തൊക്കെ ചേഞ്ചസ് ആ പുള്ളിയുടെ ഓരോ സംസാരത്തിൽ വരുന്നതെന്നറിയാമോ? നിങ്ങൾക്കൊക്കെ അറിയോ? എന്താ വെച്ചാൽ നമുക്കേ പുള്ളിയുടെ ഫസ്റ്റ് നമ്മുടെ ഫിറോസിക്കായെ പറ്റി പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് കേട്ടിട്ട് വരാം. ഇപ്പം ഇന്നലെ വന്നതും മിനിഞ്ഞാന്ന് വന്ന 2 ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെ രണ്ട് ഇൻ്റർവ്യൂവിനെ ചേർത്ത് നമുക്ക് ഒന്ന് ജസ്റ്റ് ക്ലിപ്പിങ്സ് ഒന്ന് കണ്ടിട്ട് വരാവേ. ഇത് ഇതിൻ്റെ KCD ചെയർമാനായിരിക്കുന്ന ആളെ വീട് വെച്ച് തന്നാൾ ഫിറോസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ഞാൻ സാറെന്നല്ലാതെ അഭിസംബോധന ചെയ്തില്ല അന്ന് മുതൽ. നിങ്ങൾ കേട്ടല്ലോ, സാറേ നല്ലാതെ മാത്രമേ ഞാൻ വിളിക്കുള്ളൂ, സാറേ നല്ലാതെ ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയില്ല എന്ന് പറഞ്ഞ ആളാണ്. അതുപോലെ രേണുസുതിയും തങ്കച്ചൻ ചേട്ടനും കൂടി ഇരുന്ന് വേറൊരു ഇൻ്റർവ്യൂ കൊടുത്തായിരുന്നു, നിങ്ങളൊക്കെ കണ്ടിട്ട് കാണും. ആ ഇൻ്റർവ്യൂവിൽ നമ്മുടെ ഫിറോസിക്കയെ പറ്റി അങ്ങേര് അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളൊക്കെ ഒന്ന് കേട്ടു നോക്ക് കേട്ടോ. അന്നേരം ഉണ്ടാക്കിയവനും കൂടി ഇത്രയും വൃത്തികേട് അത് കാണിക്കണം. കാരണം ഞാൻ സാറേന്നല്ലാതെ വേറെ ഒന്നും വിളിക്കുകയില്ലെന്നേ. പുള്ളിക്കാരൻ മറന്നുപോയി. പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു ചാനലിൽ വന്നിരുന്ന് ഈ പുള്ളീനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഈ രീതിയിലൊക്കെയാണ് പറഞ്ഞതല്ലാതെ സാറേ നല്ല ഞാനെന്ന് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളി അങ്ങ് മറന്നുപോയി. ഇതിൻ്റെ അത് മെയിൻ കാര്യം എന്നാണെന്നറിയാമോ? അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ വേറെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ബിഷപ്പ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇതിങ്ങനെ പോവുകയാണ്, പുള്ളിക്കാരി ഈ വീട് പൂട്ടിയിട്ടിട്ട് വാടകയ്ക്ക് പോകുവാൻ ആലോചിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഈ വീട് പൂട്ടിയിട്ടിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി നടപടികളുമായിട്ട് കോടതിയിലേക്ക് മൂവ് ചെയ്യാനാണ് ബിഷപ്പ് തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ വന്നു. ഏകദേശം മിക്കവാറും ആ വീട് കൈവിട്ട് പോകുമായിരിക്കാം എന്നൊക്കെ ഉള്ള ഒരു രീതിക്ക് കാര്യങ്ങൾ എത്തിയായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും അന്നേരപ്പം പുള്ളിക്ക് പെട്ടെന്നൊരു ഉത്ബോധം ഉണ്ടായിക്കാണ്. കാരണം ഒരു 19 ലക്ഷം രൂപ വില വരുന്ന ഒരു വീട്, സ്ഥലവും എല്ലാം കൂടെ സൗജന്യമായിട്ടല്ലേ കിട്ടിയത്. വെച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് 1 രൂപ മുടക്കില്ല, അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു സാധനം. ഇപ്പം പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് അത് പോകുന്നു. കാരണം അവർ ഇനി ഒരു 10 ഇതിൽ പുള്ളിക്കാരി സിനിമയിൽ അഭിനയിച്ച് എങ്ങാനും കാശുകാരി ആവില്ല എന്ന് ഞാൻ പറയില്ല കേട്ടോ. അല്ലെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടാൽ പോലും പറ്റാത്ത ഒരു സാഹചര്യം. പുള്ളിക്കാരി തന്നെ ഇടയ്ക്ക് ഒരു ഇതിൽ പറയുന്നുണ്ട്, എനിക്ക് എപ്പോഴും ഷൂട്ടും കാര്യങ്ങളും ഒന്നും കിട്ടണമെന്നില്ല. ശരിയാണ്, ഇപ്പം പുള്ളിക്കാരി എല്ലാവരും പൊക്കിക്കൊണ്ട് നടക്കണ ഒരു സമയമാണ്. അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് പുള്ളിക്കാരിക്ക് വലിയ തട്ടുകേടും മുട്ടുകേടും ഇല്ലാതെ പോകും. പക്ഷെ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനൊരു അക്കം തട്ടിയിട്ടുണ്ടെങ്കിൽ അന്ന് വാടകയ്ക്കൊരു വീടെടുത്താലോ വീടിൻ്റെ വാടകയൊക്കെ കൊടുത്ത് കിടക്കണ്ടേ? ഇത്രയും നല്ലൊരു വീട്ടിൽ ഇത്രയും സൗകര്യത്തിൽ കിടക്കുമ്പം കുറ്റം പറയാൻ എളുപ്പമാണ്. ആ കുറ്റം പറഞ്ഞതിനെ മാറ്റി പറയാൻ ഭയങ്കര പാടല്ലേ? അന്നേരപ്പം എല്ലാവരോടും ക്ഷമ വെച്ചെന്നാലും ആരും അന്നേരപ്പം ഇന്നിത് കാണിച്ചിട്ട് നാളെ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാലും ആരും സഹായിക്കാൻ തയ്യാറായില്ലെങ്കിലോ എന്നൊക്കെയുള്ള ഒരു പേടി, ഭയം ഒക്കെ ചിലപ്പോൾ അവരുടെ മനസ്സിൽ കാണും. അതായിരിക്കാം ആളങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. എന്തൊക്കെയായിരുന്നു ഇയാൾ പറഞ്ഞ കള്ളം ചേട് നനഞ്ഞെന്ന് പറഞ്ഞിട്ട് അവർക്ക് അറിയാവോ ഇത് എവിടെ ചോരുന്നത് എന്താന്ന്? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഭീമിനടി എൻ്റെ സിറ്റൗട്ടിൻ്റെ അടി ലീക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വേറെ എങ്ങും ലീക്ക് ഉണ്ടെന്ന് പറഞ്ഞു ഇല്ലല്ലോ. നമ്മൾ കേട്ടല്ലോ ഇപ്പം തങ്കച്ചൻ ചേട്ടൻ രേണു ചേച്ചി ലീക്കാവുന്ന കാര്യത്തെ പറ്റി ഇങ്ങനെയാണ് പറഞ്ഞതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ലീഗ്. അതുപോലെ ഇന്നലെ നമ്മൾ കണ്ടായിരുന്നു, രേണു ചേച്ചി തന്നെ പറയുന്നുണ്ട് അത് എന്താ പറയുന്നത്, അത് ലീക്കാവുകയല്ല, വെച്ചാൽ ചോർച്ചയല്ല. ആദ്യം ചോർച്ചയെന്നായിരുന്നു, അത് കഴിഞ്ഞത് ചാറ്റിലായി. ഇപ്പം അപ്പോഴും തങ്കച്ചൻ ചേട്ടൻ ഇപ്പോഴും കണ്ടല്ലോ
വെള്ളം വീഴുന്ന കാര്യം ഇങ്ങനെയാണ് പറയണത്. ഇനിയിപ്പോൾ തങ്കച്ചൻ ചേട്ടൻ ഇതിനെ മാറ്റി പറഞ്ഞ് ചാറ്റിലാക്കിയിട്ടുണ്ട്. അപ്പം അതിനകത്തും പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് നമ്മുടെ പോയിന്റ്, നോട്ട് ദ പോയിന്റ്. ഓക്കെ, രേണു അതിന് മുമ്പാണ് ഇങ്ങനെ ചോരുന്നുണ്ടെന്ന് ആരോട് ചോദിച്ചു, ചോരുന്നുണ്ടെന്ന് പറഞ്ഞു. അവർക്ക് ചോർത്ത് തന്നെ ഈ നമ്മളിങ്ങനെ എറിച്ചില്ല തന്നെ അതൊന്നും അറിയത്തില്ല. ഇപ്പം അത്ര ആധികാരികമായിട്ട് ഒന്നും അവർ ചിന്തിക്കാമല്ലോ. ഞാനാണ് ഇപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും. ഇതാണ് സംഭവം. നിങ്ങളൊക്കെ കേട്ടല്ലോ. അപ്പോൾ ഇതാണ് സംഭവം. നമ്മുടെ രേണു ചേച്ചിക്ക് ചാറ്റിൽ എന്താണ്, ചോർച്ച എന്താണ്, എറിച്ചിൽ എന്താണ്, അതിനൊക്കെ പറ്റിയുള്ള ഡിഫറൻസസ് അറിയത്തില്ല. ചേച്ചി കുഞ്ഞു കൊച്ചല്ലേ. ചേച്ചി ഇങ്ങനെ സിനിമയിലും വെബ് സീരീസിലൊക്കെ അഭിനയിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ചേച്ചിക്ക് അതിനെപ്പറ്റിയുള്ള ഒരു നോളജ് വളരെ കുറവാണ്. അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളാണ് കേട്ടോ. ഈ ചോർച്ചയും ചാറ്റിലും അത് മൊത്തവും ഒരു കൺഫ്യൂഷനാണ് ചേച്ചിക്ക്. ചോർച്ച എന്താണ്, ചാറ്റിൽ എന്താണ് എന്നൊന്നും ചേച്ചിക്ക് അങ്ങ് മനസ്സിലാവുന്നില്ല. ചേച്ചിക്ക് ഇതുവരെ ഒരു ക്ലാരിറ്റി ആയിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കട്ടണം പിള്ളേർക്ക് വെച്ച് കൊടുത്തതിന് നമുക്ക് വളരെ അവരോട് ബഹുമാനവും സന്തോഷവും, കാരണം നമ്മളെ കൊണ്ട് പറ്റാത്തൊരു സംഗതിയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സന്തോഷമുണ്ട്, അവരോട് കടപ്പാടുമുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടല്ലോ, ബഹുമാനവും നന്ദിയും കടപ്പാടും. പിന്നെ തങ്കച്ചേട്ടൻ എന്നാണെങ്കിലും അറിയാം, നമ്മളെ കൊണ്ട് ഇങ്ങനെ ഒരു പെര, അതായത് ഇങ്ങനെ ഒരു വീട് നമ്മുടെ മക്കൾക്കാണെങ്കിലും കള്ളും നിർമ്മിക്കാൻ പറ്റില്ല. അതിനുള്ള കപ്പാസിറ്റി നമുക്കില്ലെന്നറിയാം. അങ്ങനെയുള്ള തങ്കച്ചൻ ചേട്ടനാണ് തലേ ദിവസത്തെ ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് ഇതിലും നല്ല അടിപൊളി ഒരു ഡയലോഗൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളതൊക്കെ കേട്ട് കാണുമായിരിക്കുമല്ലോ. നമുക്കൊന്ന് ജസ്റ്റ് അതും കൂടെ കേൾക്കാവേ. ചെയ്യരുതേ എന്ന് എനിക്കൊരു അപേക്ഷ കൂടെ ഉണ്ട്. ഒരിക്കലും ഞാൻ പറഞ്ഞില്ല ആദ്യമേ, ഒരിക്കലും ഒരു തന്തയോ ഒരു വീട്ടിലെ അത്താണി എന്ന് പറയുന്ന ഒരാളും മരിച്ചു പോയി കഴിയുമ്പം അവരെ സഹായിക്കാനായിട്ട് വന്നിട്ട് അവരെ അവിടെ ജീവിപ്പിക്കാതെ അവരെ അവിടെ ജീവിപ്പിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി സംസാരിക്കുകയും സോഷ്യൽ മീഡിയ ഒരു സൈഡിൽ കുറേ ആൾക്കാർ സുധിച്ചേട്ടൻ്റെ മരണം കൊണ്ട് എങ്ങനെ അത് വിറ്റ് കാശാക്കാം എന്ന് ചിന്തിച്ച്, അതായത് എങ്ങനെ അതിൽ നിന്നൊരു ഏണിങ്സ്, അങ്ങേരുടെ പേര് വെച്ച് ഏണിങ്സ് ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നു. മറു സൈഡിൽ അങ്ങേരുടെ മകൻ നിൽപ്പുണ്ട്. ഇങ്ങേരുടെ പേരോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ, സ്വന്തമായിട്ടുള്ള എന്തൊക്കെയോ കണ്ടന്റുകളോ കൂട്ടുകാരോടെ നടക്കുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും ചെയ്ത് സ്വന്തമായിട്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ പുള്ളിക്കാരിയോട് എല്ലാവർക്കും ഒരു സിമ്പതിയൊക്കെ ഉണ്ട്. ആരാണെങ്കിലും പെണ്ണുങ്ങളാണ്, ഹസ്ബൻഡൊക്കെ മരിച്ചുമ്പോൾ നമുക്കൊക്കെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കാണും. അഭിനയിക്കുന്നവരും ഉണ്ട്. അഭിനയിക്കട്ടെ, പുള്ളിക്കാരിയുടെ കല അതാണ്. പുള്ളിക്കാരിക്ക് അതിലാണ് ഇഷ്ടമെങ്കിൽ പുള്ളിക്കാരി ഇത് ചെയ്യട്ടെ. നമുക്കതിലൊരു കുറ്റവും തെറ്റും പറയാനില്ല. പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ള പോലെ പുള്ളിക്കാരി അഭിനയിക്കട്ടെ. പക്ഷേ ഈ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടില്ല, എത്രയോ സിനിമാക്കാർ എല്ലാവരും ഈ അഭിനയിച്ച് കഴിഞ്ഞിട്ട് മറ്റൊരാളുടെ തോളെ കയറി അയാൾക്ക് വാരിയും കൊടുത്ത് നടന്ന അത് റീലും വീഡിയോയും എടുത്ത് ആരെങ്കിലും പോസ്റ്റ് ഇടുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെയൊന്നും ആരും ഇടറുന്നുമില്ലല്ലോ. പുള്ളിക്കാരി അഭിനയിക്കട്ടെ, അഭിനയിക്കുമ്പോൾ വിമർശനവും കാര്യങ്ങളൊക്കെ വരും, അത് സ്വാഭാവികം, അത് നമുക്ക് വിട്ടുകളെ. അതല്ലാതെ അതും കഴിഞ്ഞിട്ട് ഈ പരിപാടിയും കഴിഞ്ഞിട്ട് ഈ ഇതിൻ്റെ അകത്തുള്ള ആൾക്കാരുടെ തോളെ കയറിയാണ് പുള്ളിക്കാരി ഒത്തിരിയേറെ വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ള വീഡിയോസൊക്കെ വരുമ്പോഴാണ് ആൾക്കാർ കൂടുതലായിട്ട് എന്നെ പോലെയുള്ളവരും അല്ലാത്ത ആളുകളൊക്കെ കൂടുതലായിട്ട് വിമർശിക്കുന്നത്. അല്ലാതെ പുള്ളിക്കാരി അഭിനയിക്കുന്ന വീഡിയോയോ അല്ലെ പുള്ളിക്കാരി അഭിനയിക്കുന്ന ആൽബമോ സിനിമയോ ഒന്നും കണ്ടിട്ട് ആർക്കും വലിയൊരു വേറൊരു വിഷയങ്ങളൊന്നുമില്ല. അഭിനയം എന്നതൊരു കലയാണ്. നാടകത്തിലോ സിനിമയിലോ എല്ലായിടത്തും അഭിനയിക്കട്ടെ, അതല്ലാതെ നമുക്കാർക്കെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഈ ടോപ്പിക്കിൽ നിന്ന് വിട്ടുപോകാവുന്നവർക്കും തോറും ഈ ടോപ്പിക്ക് വളർന്ന് പന്തലിക്കുകയാണ്. ഇതെന്താണ്, എവിടെ ചെന്ന് അവസാനിക്കുക എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കാണാൻ പറ്റും.